ഹലോ വ്യൂവേഴ്സ്, വെൽക്കം. ലോകം മുഴുവനും മജീഷ്യൻസ് അവരുടെ അമേസിംഗ് സ്കിൽസ് കൊണ്ട് എപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഈ മാജിക്കിന് പിന്നിലെ സീക്രട്ട് എന്താണെന്നറിയാനായി നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായ ആഗ്രഹമുണ്ടാകും. അതേ ആഗ്രഹത്തോടു കൂടി ഇന്ന് നമ്മൾ അമേരിക്ക ബ്രിട്ടൻ ഗോട്ട് ടാലന്റ് ഷോയിലൂടെ പെർഫോം ചെയ്ത ഫേമസ് ആയിട്ടുള്ള മാജിക്കിൻ്റെ രഹസ്യത്തെപ്പറ്റി അറിയാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്കായി ഒരുപാട് രഹസ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വരൂ നമുക്ക് നോക്കാം. ഡാർസി ഓക്ക് ഫേമസ് ഡോആക്. പല വർഷങ്ങളായി ഒരുപാട് മജീഷ്യൻസ് പക്ഷികളെ വെച്ച് മാജിക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എങ്കിലും ഡാർസിയോയെ പോലെ ഇത്ര പെർഫെക്റ്റായി ഈ ഒരു മാജിക് ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. ഡാർസി ഓക്ക് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബ്രിട്ടൻ ഗോട്ട് ടാലന്റ് ഷോയിൽ പെർഫോം ചെയ്ത അമേസിംഗ് ആയിട്ടുള്ള ഡവ് ഇലൂഷൻസിനെ പറ്റിയും അറിയാമായിരിക്കും. ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഡാർസി ഓക്ക് ആദ്യം ഒരു വിറകുകൊള്ളി എടുത്ത് അതിൽ നിന്നും തീ ഉണ്ടാക്കുന്നു. അടുത്ത സെക്കൻഡിൽ അതേ തീയിൽ നിന്നും ഒരു പക്ഷിയെ കൊണ്ടുവരുന്നു. നമ്മൾ കണ്ണടച്ചു തുറക്കുന്ന നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പക്ഷിയെ രണ്ടായി മാറ്റി കൂടിനുള്ളിൽ അടച്ചിടുന്നു. അതേ രീതിയിൽ വീണ്ടും തീയുണ്ടാക്കി ആ തീയിൽ നിന്നും ഒരു പക്ഷിയെ കൂടി കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ പക്ഷിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മുട്ട കൂടി ലഭിക്കുന്നത് കാണാം. അതേ മുട്ടയിൽ നിന്നും വീണ്ടും ഒരു പക്ഷിക്കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരുന്നു. ഇനിയാണ് നമ്മളെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് തുടങ്ങുന്നത്. വീണ്ടും പേപ്പർ എടുത്ത് തീയുണ്ടാക്കി പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ ഒരു കൂട് കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, ഒരു സെക്കൻഡ് കൊണ്ട് അതേ കൂട് രണ്ടാക്കി മാറ്റുന്നു. അതും ഉള്ളിലിരിക്കുന്ന അതേ പക്ഷിയോടുകൂടി. ഇതുകൊണ്ടും തീർന്നിട്ടില്ല. അവസാനമായി ഡാർസിയോ ടേബിളിന് മുകളിലിരിക്കുന്ന ഒരു കൂട് ഒരു കറുപ്പ് തുണിയെടുത്ത് മൂടിക്കൊണ്ട് അത് പൊക്കിയെടുത്ത് അതിനുള്ളിൽ നിന്നും ഒരു ലേഡിയെ കൊണ്ടുവന്ന് അവരുടെ അമേസിംഗ് ആയിട്ടുള്ള ഈ ഒരു മാജിക് ഷോ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഈ മാജിക്കിനുള്ളിലെ രഹസ്യങ്ങളെ ഒന്നൊന്നായി അറിയാനുള്ള സമയമായി. ഈ രഹസ്യങ്ങൾ അറിയുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സെക്കൻഡിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ. ഉപകാരപ്പെട്ടേക്കാം. ആദ്യം തന്നെ ഡാർസിയോ തീയുണ്ടാക്കുന്നതിന് മുമ്പായി ഒരു വിറകുകൊള്ളി കാണിക്കുന്നുണ്ട്. ഇത് വെറും ഒരു വിറകുകൊള്ളിയല്ല, ഇതൊരു പേപ്പറാണ്. അതിൻ്റെ പേരാണ് ഫ്ലാഷ് പേപ്പർ. ഈ ഫ്ലാഷ് പേപ്പർ ഒരുപാട് മജീഷ്യൻസ് അവരുടെ മാജിക് ഷോകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നിന്നും വരുന്ന തീ വെച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ച് മാജിക്കിലുള്ള ട്രിക്സ് മറച്ചു വയ്ക്കുന്നത്. ഇവിടെ ഡാർസിയോ ഒരു ഫ്ലാഷ് പേപ്പർ കൊണ്ട് ഒരു സെക്കൻഡിൽ വലിയ തീ ഉണ്ടാക്കുന്നു. അതേ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു നൂലിൽ പിടിക്കുന്നുണ്ട്. ആ നൂല് അവരുടെ കോട്ടിനുള്ളിലിരിക്കുന്ന പക്ഷിയോട് കണക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉടൻ തന്നെ ആ നൂലിൽ വലിച്ചുകൊണ്ട് അവരുടെ റൈറ്റ് ഹാൻഡിലേക്ക് പക്ഷിയെ കൊണ്ടുവരുന്നു. അടുത്ത സെക്കൻഡിൽ എങ്ങനെ അതിനെ രണ്ടാക്കി മാറ്റിയെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും. വേറെ ഒരു പക്ഷിയെ അവരുടെ റൈറ്റ് ഹാൻഡ് പോക്കറ്റിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ പക്ഷിയോട് കണക്റ്റായ നൂല് പിടിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതിനുശേഷം നൂൽ വലിച്ചുകൊണ്ട് ആ പക്ഷിയെ കയ്യിലുള്ള പക്ഷിയുടെ പിന്നിലായി വെക്കുന്നു. അവിടെയാണ് നമ്മളെ രണ്ടാമതായി ആശ്ചര്യപ്പെടുത്തിയത്. രണ്ടാമതായി ആ പക്ഷിയിൽ നിന്നും എങ്ങനെയാണ് മുട്ട ലഭിച്ചതെന്ന് നോക്കാം. നല്ലോണം നോക്കൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മുട്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്തതാണ്. എന്നിട്ട് ഈസിയായി ആ മുട്ട മറ്റേ കൈയിലേക്ക് മാറ്റി ഒരു മുട്ട കൂടി കിട്ടുന്നതായി നമ്മളെ കാണിക്കുന്നു. അടുത്തതായി മുട്ടയിൽ നിന്നും പക്ഷിയൊന്നും വരുന്നില്ല. ഇവിടെയും ഡാർസിയോ പോക്കറ്റിൽ നിന്നും തന്നെയാണ് പക്ഷിയെ കൊണ്ടുവരുന്നത്. ഈ ഫ്രെയിം ശ്രദ്ധയോടെ നോക്കൂ. ഡാർസിയോ ലെഫ്റ്റ് സൈഡ് തിരിയുന്ന ഈ ഒരു സമയം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മറച്ചു വയ്ക്കുന്നത് കാണാം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സൈഡ് പോക്കറ്റിൽ നിന്നും പക്ഷിയെ കൊണ്ടുവരുന്നത്. അവരുടെ കയ്യിൽ പക്ഷി മാത്രമല്ല, ഒരു മുട്ടത്തോടു കൂടിയുണ്ട്. ഇതിൽ നോക്കിയാൽ ആ പക്ഷിയുടെ വാല് ശരിക്കും കാണാം. ഇപ്പോൾ ആ പക്ഷിയെ വെളിയിൽ കൊണ്ടുവരാൻ മുട്ടത്തോട് താഴെയിട്ട് പക്ഷിയെ പുറത്ത് കാണിക്കുന്നത് സ്ലോ മോഷനിൽ ശരിക്കും കാണാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് മുട്ടയിൽ നിന്നും പക്ഷിയെ കൊണ്ടുവരുന്നത്. മൂന്നാമതായി എങ്ങനെയാണ് ആ കൂട് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ശ്രദ്ധയോടെ നോക്കൂ. ഇവിടെ ഡാർസിയോ കുറച്ചു സമയത്തേക്ക് അവരുടെ റൈറ്റ് ഹാൻഡ് പിന്നിലേക്ക് മറച്ചു വെക്കുന്നത് കാണാം. ഈ സമയം മടക്കി പിടിക്കാൻ സാധിക്കുന്ന ഒരു കൂട് അവരുടെ റൈറ്റ് ഹാൻഡ് കോട്ടിനുള്ളിൽ മറച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡ് തീ ഉണ്ടാക്കി മടക്കി വെച്ച കൂട് പുറത്തു കൊണ്ടുവന്ന് ഉടൻ തന്നെ തുറന്നു കാണിക്കുന്നു.
ആ കുട്ടി പക്ഷിയും മനോഹരമായി കൂടിനുള്ളിലേക്ക് നടന്നു പോകുന്നു. വീണ്ടും എങ്ങനെ ഇതേ കൂട് പോലെ മറ്റൊരു കൂട് കൊണ്ടുവന്നു എന്ന് നോക്കാം. മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ്. പിന്നിൽ നിന്നും മടക്കി വെച്ചിരിക്കുന്ന ഒരു കൂടെടുത്ത് ആദ്യം കയ്യിലിരിക്കുന്ന കൂടിന് പിന്നിലായി മറച്ചു വയ്ക്കുന്നു. ഇപ്പോൾ തീ ഉണ്ടാക്കി അതേ നേരത്ത് കൂട് വലുതാക്കി അടുത്ത സെക്കൻഡ് നമുക്ക് മുന്നിൽ കൂട് രണ്ടാക്കി മാറ്റി കാണിക്കുന്നു. അതെല്ലാം ശരി തന്നെ. എങ്ങനെ ഈ കൂടിനുള്ളിൽ പക്ഷിയെ കൊണ്ടുവന്നു? നിങ്ങൾക്കിപ്പോഴും ഡൗട്ട് ഉണ്ടായേക്കാം. മടക്കി വെച്ചിരുന്ന ആ ഒരു കൂടിനുള്ളിൽ ഓൾറെഡി പക്ഷിയെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ജീവനുള്ള പക്ഷിയായിരുന്നില്ല, അതൊരു ഫേക്ക് പക്ഷിയായിരുന്നു. കൂട് വലുതാക്കി കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പക്ഷിക്ക് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമായി കാണാവുന്നതാണ്. അവസാനമായി ടേബിളിന് മുകളിലെ കൂട്ടിൽ നിന്നും എങ്ങനെയാണ് ഒരു ലേഡി പുറത്തു വരുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. ഈ കൂടിന് പിന്നിലായി ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്. കൂടിൻ്റെ മുൻപകുതി ഓഡിയൻസിന് കാണാവുന്ന വിധവും പിന്നിലായുള്ള സീക്രട്ട് കമ്പാർട്ട്മെന്റിൽ മാജിക്കിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ലേഡി മറഞ്ഞിരിക്കുന്നുണ്ട്. മാജിക്കിൻ്റെ അവസാനം വെളിയിൽ വന്ന് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. സ്മൂത്തിനി ഡിസപ്പിയറിംഗ് സോൾട്ട്. സ്മൂത്തിനി ചെറിയ ചെറിയ വസ്തുക്കൾ വെച്ചുകൊണ്ട് വേറെ ലെവൽ മാജിക് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. ഈ മാജിക് ശ്രദ്ധിച്ചു കാണൂ. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷൈൻ ചെയ്യാൻ നിങ്ങൾക്കും ഈ മാജിക് ഈസിയായി പഠിക്കാം. സ്മൂത്തിനി അമേരിക്ക ഗോട്ട് ടാലന്റ് ഷോയിലാണ് ഈ മാജിക് പെർഫോം ചെയ്തിരിക്കുന്നത്. സ്മൂത്തിനി ഒരു ഉപ്പ് നിറച്ച കുപ്പിയുമായി ജഡ്ജസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മടക്കി ഉപ്പ് അതിലേക്ക് ചൊരിയുന്നു. ആബ്രഗഡോബ്ര, ആ ഉപ്പ് അവരുടെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ റൈറ്റ് ഹാൻഡിൽ നിന്നും അപ്രത്യക്ഷമായ ഉപ്പ് വീണ്ടും കൊണ്ടുവരുന്നു. ഉപ്പ് കൊണ്ട് മാത്രമല്ല, ജഡ്ജസിൻ്റെ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടും ഈ ഒരു മാജിക് സ്മൂത്തിനി ചെയ്യുന്നുണ്ട്. ഈ മാജിക് എങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക? ഈ രഹസ്യം അറിയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഈ മാജിക് ഒരു ഡമ്മി വിരൽ വെച്ചുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? ഈ ഫ്രെയിമിൽ നോക്കൂ. മാജിക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ സ്മൂത്തിനിയുടെ റൈറ്റ് ഹാൻഡിലുള്ള ഈ ഡമ്മി വിരൽ ശരിക്കും കാണാൻ സാധിക്കും. ഈ മാജിക് ചെയ്യുന്നതിന് സ്മൂത്തിനി അവരുടെ ഈ ഡമ്മി വിരൽ മടക്കി കൈയിനുള്ളിൽ വെച്ച് കൈ മൂടി പിടിക്കുന്നു. ഇപ്പോൾ ഡമ്മി വിരൽ ഉള്ളിൽ വെച്ച് ഒറിജിനൽ വിരൽ പുറത്തു കൊണ്ടുവരുന്നു. ഈ സമയം കയ്യിലേക്ക് തട്ടുന്ന ഉപ്പ് നേരെ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, അവരുടെ ഡമ്മി വിരലിലേക്ക് തന്നെയാണ് പോകുന്നത്. റിപ്പീറ്റഡായി ഈ ട്രിക്ക് ചെയ്തുകൊണ്ട് ഓഡിയൻസിനെയും ജഡ്ജസിനെയും ശരിക്കും ഉപ്പ് അപ്രത്യക്ഷമായി എന്ന് കാണിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ വേറെ ഒരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ ബൈ.